ഇനി അടുത്തൊരു സിനാരിയോയിൽ നമ്മൾ കുറേ ഓർഡർ നമ്മൾ ഷിപ്പ് ചെയ്തു. ഒരു കസ്റ്റമർ വന്നിട്ട് ചാറ്റിലൂടെ വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് എൻ്റെ ഓർഡർ എവിടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓർഡർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് കസ്റ്റമറിന് അയക്കാനായിട്ട് പറ്റും. കസ്റ്റമർ നമ്മളോട് ചാറ്റിലൂടെ വന്ന് ചോദിക്കുന്നു, കസ്റ്റമർ നമ്പർ നമ്മൾ നോട്ട് ചെയ്തിട്ട് ആ നമ്പർ ഇവിടെ വന്നിട്ട് അടിക്കുക, പേസ്റ്റ് ചെയ്യുകയോ അടിക്കുകയോ ചെയ്യുക. 8078152016 എന്ന നമ്പറാണ് അക്ഷയ് മേടിച്ചിട്ടുള്ളത്. ഉണ്ടോ? ആ നമ്പറിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ള കസ്റ്റമറുടെ ഡീറ്റെയിൽസ് ഇവിടെ വന്നു. അത് ക്ലിക്ക് ചെയ്താൽ നേരെ ആ ഓർഡർ ഓപ്പൺ ആവും. ഇതൊരു സ്മാർട്ട് സെർച്ച് ആണ്. ഇവിടെ കസ്റ്റമർ മാത്രമല്ല, എന്തും സെർച്ച് ചെയ്യാം. ഒരു പ്രൊഡക്റ്റും സെർച്ച് ചെയ്യാം. സാരി എന്ന് സെർച്ച് ചെയ്താൽ സാരി ഇവിടെ കാണിക്കും. കണ്ടോ? അക്ഷയ് എന്ന് സെർച്ച് ചെയ്താൽ അക്ഷയ് എന്നും കാണിക്കും. ഇവിടെ വളരെ സ്മാർട്ടായിട്ട് സെർച്ചാൽ നിങ്ങളുടെ പെട്ടെന്ന് കുറേ കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അക്ഷയ് നമ്മളോട് ചോദിച്ചു എൻ്റെ ഓർഡർ എവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ അക്ഷയ് നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ഫോൺ നമ്പർ വെച്ചിട്ട് അപ്പോൾ അക്ഷയുടെ പ്രൊഫൈൽ ഓപ്പൺ ആയി. അക്ഷയാണ്, ഫോൺ നമ്പർ ഇതാണ്, അഡ്രസ്സ് ഇതാണ്, ഈ ഒരു ഓർഡറാണ് ഉള്ളത്. ഇതിൽ ഷിപ്പ് സ്റ്റേജിലേക്ക് എടുക്കുന്നത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർഡറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോയി കംപ്ലീറ്റ് ഇവിടെ കാണിക്കും. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ സമ്മറി ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കാം, അക്ഷയ്ക്ക് അയച്ചു കൊടുക്കാം. ഇതാണ് കസ്റ്റമർ അയച്ചു കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ അക്ഷയുടെ എല്ലാ സമ്മറി ഇതിലുണ്ടായിരിക്കും. അപ്പോൾ ഓർഡർ സ്റ്റാറ്റസ് വരുന്നത് ഷിപ്പ്ഡാ. ഇനി കംപ്ലീറ്റ് ഓർഡറിൻ്റെ ടൈം ലൈൻ കൊടുക്കണമെങ്കിൽ ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, കോപ്പി ഓർഡർ ടൈം ലൈൻ കൊടുക്കുക. എന്നിട്ട് അയച്ചു കൊടുത്താൽ ഓർഡറിൻ്റെ കംപ്ലീറ്റ് ടൈം ലൈൻ ഉണ്ടായിരിക്കും, ജേണി ഉണ്ടായിരിക്കും. ഇതാ ഈ സമയത്ത് ഓർഡർ ചെയ്തു, അത് കൺഫേം ചെയ്തു, അത് പ്രോസസ്സിലേക്ക് മാറി, മാനിഫെസ്റ്റ് ചെയ്തു, ഷിപ്പ് ചെയ്തു, കംപ്ലീറ്റ് കാര്യങ്ങൾ ഇതിലുണ്ടായിരിക്കും. വളരെ ഈസി ആയിട്ട് ജസ്റ്റ് വൺ ഓർ ടു ക്ലിക്കിൽ നമുക്കിത് ഷെയർ ചെയ്യാനായിട്ട് പറ്റും. കസ്റ്റമറുടെ ട്രസ്റ്റ് കൂടും, നിങ്ങളുടെ ടൈം ഒരുപാട് സേവ് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങളുടെ സെയിൽസ് അതനുസരിച്ച് ഗ്രോ ചെയ്യാനും പറ്റും ചെയ്യും.